അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മഞ്ജു രമ്യ അനന്തനോട് ചോദിക്കുകയാണ് കേട്ടോ, ഇനി വല്ല പുലിവാലാവോ? മഞ്ജു ഇങ്ങനെ പറയുന്നുണ്ട്, ഇതൊക്കെ ഇങ്ങനത്തെ കേസുകൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് പിന്നെ ചേച്ചിയുടെ തലയിൽ തന്നെ ആവും, ഇനി അതിൻ്റെ പിന്നിലാവും എന്നിങ്ങനെ മഞ്ജു ഇങ്ങനെ പറയുമ്പോൾ രമ്യ പറയുന്നുണ്ട്, അത് സാരമില്ല ചേച്ചി ഒരു അഡ്വക്കേറ്റ് അല്ലേ, എന്തെങ്കിലും കേസ് വന്നു കഴിഞ്ഞാൽ അത് ചേച്ചി നോക്കിക്കോളും, ഇങ്ങനെ ഒരാൾ ഒരു അപകടാവസ്ഥയിൽ കിടക്കുമ്പോൾ എങ്ങനെ കണ്ടിട്ടത് വരിക എന്നിങ്ങനെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അതേസമയം മഞ്ജു ചോദിക്കുന്നുണ്ട് അനന്തൻ്റെ അടുത്ത്, നിങ്ങൾ അയാളെക്കുറിച്ച് ചോദിച്ചല്ലോ, അയാളെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അനന്തം വിചാരിക്കുന്നുണ്ട്, ചേച്ചിയുടെ കാര്യങ്ങളൊന്നും ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം, ഇല്ല എന്നിങ്ങനെ പറയണം. അതേസമയം വഴിപോക്കനല്ലേ, അതിന് സാരമില്ല, ചേച്ചി ചെയ്ത് നല്ലൊരു പ്രവൃത്തിയാണെന്ന് രമ്യ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അവരിങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ്. അതേസമയം മരുന്നുകളെല്ലാം വാങ്ങിക്കൊണ്ടുവന്നിട്ട് നേഴ്സിൻ്റെ അടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതേസമയം ജയകൃഷ്ണൻ എങ്ങനെയുണ്ട് എന്ന് അർച്ചന ചോദിക്കുകയാണ്. അയാൾക്ക് ഇപ്പോൾ 5-6 മണിക്കൂർ ഒബ്സർവറിൽ കിടത്തണം, അത് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് കയറി കാണണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അയ്യോ എനിക്ക് കയറി കാണണ്ട എന്നിങ്ങനെ പറയും. എന്താ അത്, സാധാരണ എല്ലാവരും ICUവിൽ കയറ്റി കിടത്തി കഴിഞ്ഞാൽ കാണിക്കാതെയാണ് പ്രശ്നം വരുന്നത്, ഇവർക്കിപ്പോൾ കാണുകയും വേണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. പിന്നീട് അർച്ചന എങ്ങനെ പോകാൻ തുടങ്ങുന്ന നേരത്ത് ആ സിസ്റ്റർ പറയും, നിങ്ങൾ ഡോക്ടറെ ഒന്ന് കാണണം, ഡോക്ടറെ ഒന്ന് കണ്ടതിന് ശേഷം പോയാൽ മതി എന്നിങ്ങനെ പറയാൻ കേട്ടോ. അയ്യോ എന്തിനാണ് ഞാൻ ഡോക്ടറെ കാണുന്നത് എന്ന് അതറിയില്ല, ഡോക്ടറെ ഒന്ന് കണ്ടാൽ മതി, അതിന് ശേഷം പോയാൽ മതി എന്നിങ്ങനെ പറയണം. പിന്നീട് അർച്ചന ഡോക്ടറുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. ഡോക്ടറെ പോയി കണ്ടതും ഡോക്ടർ ചോദിക്കും, ഇതിന് മുമ്പും ഇയാൾ ഇങ്ങനെ തന്നെയാണോ, പുകവലിയും മദ്യപാനവും ഇയാളുടെ ഒരു ശീലമാണോ എന്നെല്ലാം ചോദിക്കുകയാണ് കേട്ടോ. അതെ, ഇയാളുടെ അതൊരു ശീലം തന്നെയാണ് എന്നിങ്ങനെ പറയുകയാണ്. എന്താ സാർ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല, അയാൾക്ക് ഇത്തിരി ബിപിയുടെ പ്രശ്നം ഉണ്ട്, പിന്നെ വേറെ എന്തൊക്കെയോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, BP മരുന്ന് കഴിക്കുന്നുണ്ടോ, ആ മരുന്നിൻ്റെ പേരെന്താണെന്ന് ചോദിക്കും. എനിക്കറിയില്ല എന്നിങ്ങനെ പറയും. നിങ്ങളൊരു ഭാര്യയല്ലേ, പിന്നെന്താ നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറയണത് എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, അയ്യോ ഞാൻ അയാളുടെ ഭാര്യയൊന്നുമല്ല, എനിക്ക് അയാളെ ഒരു പരിചയം കണ്ടറിയാം, അത്ര തന്നെ, അയാളുടെ പേര് പോലും എനിക്കറിയില്ല, ഇവിടെ വന്നിട്ടാണ് എനിക്ക് അയാളുടെ പേര് പോലും അറിഞ്ഞത്, ഞാനൊരു പിന്നെ നിങ്ങൾ ആരായെന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ ഞാനൊരു അഡ്വക്കേറ്റാണ്, എൻ്റെ പേര് അർച്ചനയാണ്, ഞാൻ വരുമ്പോൾ ഇയാളെ കണ്ടു, അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുവന്നതാണ് എന്നിങ്ങനെ പറയും. ആണോ, അയാളെക്കുറിച്ച് ആരെയെങ്കിലും അറിയോ എന്ന് ചോദിക്കും. അയാളുടെ ഒരു ഭാര്യയുണ്ട് മധുബാല എന്നാണ്, അവരുടെ ഫോൺ നമ്പറോ മറ്റു ഡീറ്റെയിൽസോ ഒന്നും എനിക്കറിയില്ല, അയാൾക്ക് ബോധം വന്നതിന് ശേഷം അയാളോട് ചോദിച്ചറിയാനേ പറ്റുള്ളൂ എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് ഡോക്ടർ പറയും, എന്തായാലും ശരി, കുറച്ച് നേരം അയാൾക്ക് ബോധം വരുന്ന വരെ നിങ്ങൾ എന്തായാലും ഇവിടെ ഇരിക്കണം, നിങ്ങളിപ്പോൾ തന്നെ പോവണ്ട എന്നിങ്ങനെ പറയണം. ശരി എന്ന് പറഞ്ഞതിന് ശേഷം അർച്ചന പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോഴേക്കും മുകുന്ദൻ വരികയാണ്. മുകുന്ദൻ വന്നിട്ട് മുകുന്ദൻ ചോദിക്കും, എന്താ ഈ ചേച്ചി അയാളുടെ കേസ് എന്നിങ്ങനെ പറയണേ. അറിയില്ല, ഡോക്ടർ ഇപ്പോൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എല്ലാവരോടും ഇരിക്കാൻ പറയുമല്ലോ, അതേപോലെ തന്നെയാണ് ഇരിക്കാൻ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് എന്തായാലും പോവാം എന്ന് പറയണ കേട്ടോ. അതേസമയം ഒരു സിസ്റ്റർ വന്നിട്ട് പറയും, നോക്കുന്നു ഒന്നും ഇങ്ങോട്ടേക്ക് വരൂ എന്ന് പറയാണ്. എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അയാളെ ECG എടുക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അയാളുടെ ഷർട്ടും അതുപോലെ പേഴ്സും മൊബൈലും എല്ലാം അർച്ചൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ. അതേസമയം അർച്ചന എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിൽക്കുകയാണ്. മൂന്നിനും കൂടെയുണ്ട് കേട്ടോ. അതിനുശേഷം അർച്ചന ആ ഫോൺ എടുത്ത് കൊടുക്കുകയാണ്. എടാ, ഇതിൽ അവരുടെ ഭാര്യയുടെ നമ്പർ ഉണ്ടാകും, അവരെ ഒന്ന് വിളിച്ച് പറയായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അതേസമയം മൂന്ന് ഫോൺ എടുക്കുമ്പോൾ അത് എടുക്കാൻ കിട്ടുന്നില്ല കേട്ടോ, അത് ഓഫാക്കി വെച്ചിരിക്കുകയാണ്. പിന്നീട് അതേസമയം മധുബാല അവിടെ വന്നിരിക്കുകയായിരിക്കും കേട്ടോ. മധുബാല ഒരു നെഞ്ചുവേദന എന്തോ ആയിട്ട് അവിടെ വന്നിരിക്കുകയാണ്, ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നിരിക്കുകയായിരിക്കും കേട്ടോ. അതേസമയം അർച്ചന പറയുന്നുണ്ട്, ഇതിപ്പോൾ വല്ലാത്ത കുരിശായല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ മുകുന്ദൻ പറയിട്ട്, സാരമില്ല ചേച്ചി അയാൾ രക്ഷിച്ചത് ഓർമ്മയില്ലേ, അത് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം കൂടി നിൽക്കാം എന്ന് പറയുകയാണ്. അതേസമയം മധുബാല വന്നിട്ട്, ഹലോ അർച്ചന മേഡം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ. മധുബാലയെ കണ്ടത്, നീ നിൻ്റെ ഭർത്താവിനെ പിന്നെ ഇവിടെ കൊണ്ടുവന്ന് അറിഞ്ഞിട്ട് വന്നതാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, എൻ്റെ ഭർത്താവിൻ്റെ കാര്യമോ, ഞാനതൊന്നും അറിഞ്ഞു പറഞ്ഞിട്ടല്ലല്ലോ, നീയല്ലേ ഇപ്പോൾ ഇവിടെ നിൽക്കണത്. അതേസമയം സിസ്റ്ററോട് ചോദിക്കുന്നുണ്ട്, അതാരാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. പെട്ടെന്ന് മധുബാല കാണുകയാണ് JK കൊണ്ടുപോകുന്നത് കേട്ടോ. അത് പിന്നെ ഒരു ആക്സിഡൻറ്റ് കേസ് എന്തോ ആയിട്ട് കൊണ്ടുവന്നിരിക്കണം, അത് അവരുടെ ഭാര്യയും അളിയനുമാണ് എന്നിങ്ങനെ പറയും കേട്ടോ. അത് കേട്ടത് തന്നെ മധുബാലയ്ക്ക് നല്ല ഇതായല്ലോ. അപ്പോൾ മധുബാല ഇങ്ങനെ പറയുകയാണ്, നീയാണല്ലേ ഭാര്യയും അളിയനുമാണെന്നാണല്ലോ പറഞ്ഞത്, നീ തന്നെ സംരക്ഷണം ഏറ്റെടുത്താൽ മതി, എൻ്റെ കയ്യിലൊന്നും തരണ്ട എന്നിങ്ങനെ പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ, നിൻ്റെ ഭർത്താവല്ലേ, നീ എന്താ ഇങ്ങനെ പറയുമ്പോൾ, എൻ്റെ ഭർത്താവോ, അതിന് എൻ്റെ ഭർത്താവായിട്ട് എൻ്റെ കാര്യങ്ങളോ എൻ്റെ ഒരു കാര്യങ്ങളും അയാൾ ചെയ്തിട്ടില്ല, പിന്നെ എനിക്കെന്തിനാ ഈ അവസ്ഥയിൽ അയാൾ, നിൻ്റെ മോളുടെ
കാര്യങ്ങളാണ് അയാളുടെ എല്ലാ പങ്കും പറ്റുന്നത് നീയാണ് എന്നിങ്ങനെ പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ അർച്ചനയ്ക്കാകെ ദേഷ്യം വരികയാണ്. അർച്ചന പറയും, നീ ഓഫീസിൽ വന്ന് പറഞ്ഞത് ഞാൻ ക്ഷമിച്ചു, പക്ഷേ നീ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കരുത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ മുകുന്ദൻ പറയും, നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയതിനല്ലേ, നിനക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നത് എന്ന് ചോദിക്കും. താലി എൻ്റെ കഴുത്തിലല്ല, അത് എൻ്റെ കഴുത്തിലെ താലിയെല്ലാം പോയി, നിൻ്റെ പെങ്ങളുടെ ചേച്ചിയുടെ കഴുത്തിൽ താലിയുണ്ടോ എന്ന് നീ പരിശോധിക്കുക എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ദേഷ്യം വന്നിട്ട് മുകുന്ദൻ അങ്ങനെ അടിക്കാൻ പോവുകയാണ്. അടിക്കാൻ പോകുമ്പോൾ നീ ഒന്ന് അടിക്കുക തന്നെ, ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നിൻ്റെ കാര്യം, ഞാൻ ജഡ്ജിയുടെ മോളാണ് എന്ന് പറയും. അത് കേൾക്കുമ്പോൾ അർച്ചന പറയും, വേണ്ട മുകുന്ദ, ഇവിടെ ഒരു സീൻ ഉണ്ടാക്കണ്ട, ഇതൊരു ആശുപത്രിയാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. ഇവരോട് സംസ്കാരശൂന്യമായ ഭാഷ ഉപയോഗിക്കുന്നവരോട് നമുക്ക് സംസാരിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നീ ഒന്ന് മിണ്ടാതിരിക്കുക എന്ന് പറയണം കേട്ടോ. അതിനുശേഷം മധുബാല പോവുകയാണ്. നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന് പറഞ്ഞിട്ട് അർച്ചനയും മുകുന്ദനും എന്ത് ചെയ്യണമെന്നറിയാതെ അവരങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇത്രയും ദുഷിച്ചൊരു വർത്തമാനം പറയുന്ന സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല എന്നിങ്ങനെ മുകുന്ദൻ പറയുകയാണ്. ദേഷ്യം വന്നിട്ട് മുകുന്ദൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്.